സംസം. ഇന്നത്തെ മത്സരം ഞാൻ പറഞ്ഞതുപോലെ ആതിരയും ഹർഷയും തമ്മിലാണ്. ആദ്യമായി നമ്മുടെ സ്റ്റാർ സീറ്റിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, ഹർഷയെ നമുക്ക് നല്ലൊരു കൈഡിയോ എടുത്തുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. പൊടി ഹാൻഡ്സ് അപ്പ് ഫോർ ഹർഷ. ഹർഷ ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട് ഇന്ന്. ഹർഷ മൊത്തത്തിലൊന്ന് മാറിയോ? ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായി ഹർഷ മാറിയെന്ന്. കലോത്സവത്തിന് പോയിട്ട് പ്രൈസ് ഒക്കെ വാങ്ങിച്ചില്ലേ? ഏത് മാപ്പിളപ്പാട്ടാണോ? മാപ്പിളപ്പാട്ടിന് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ഹർഷ. ഇന്ന് റംല ബീഗം റൗണ്ട് ആണ്. ഏത് സോങ്ങാ സെലക്ട് ചെയ്തിരിക്കുന്നത്? പ്രിപ്പയർഡ് അല്ലേ? പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട്? പിന്നെ ഹർഷ, ഇവിടെ നമ്മൾ റംല ബീഗത്തിന്റെ ഒരു പാട്ടുകൾ റൗണ്ടാണ് ആരംഭിക്കുന്നത്. റംല ബീഗം മാപ്പിളപ്പാട്ട് ഗായകരുടെ കൂട്ടത്തിൽ ശബ്ദം കൊണ്ട് ശൈലി കൊണ്ടൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ മാപ്പിളപ്പാട്ട് ഷോകളിൽ ഏറ്റവും കൂടുതൽ പാടുന്നത് റംലത്തയുടെ ചില പാട്ടുകൾക്ക് അതിൽ പ്രമുഖമായ സ്ഥാനമുണ്ട്. ഇരുലോകം പോലെയുള്ള പാട്ടുകൾ, അലിഫ് എന്ന മാണിക്യം, ബിസ്മില്ലാഹി എന്ന വിശുദ്ധ പൊരുളാല്, ഇതൊക്കെ ഏത് ഷോയിലും നമ്മൾ കാണാവുന്നുണ്ട്. റംലത്തയുടെ പാട്ട് പാടി ജീവിക്കുന്ന പാട്ടുകാർ പോലും ഉണ്ട്. റംല ബീഗം സ്റ്റൈൽ പാടി ജീവിക്കുന്നവരുണ്ട്. അത്രയും പ്രസിദ്ധമായ ഒരു ഗായികയാണ് റംല ബീഗം. അവരുടെ ഓമൽ കിനാവ്, ഇത് അവരുടെ ഭർത്താവ് നമ്മുടെ സലാം മാഷ് തന്നെ എഴുതിയ ഒരു പാട്ടാണ്. ഇതൊരു പഴയ ഹിന്ദി പാട്ടിൻ്റെ ഒരു ശൈലിയിൽ എഴുതിയതാണിത്. ഇത് പുണ്യ നബി തിരുമേനി തങ്ങളെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഇതൊരു ഗസൽ ശൈലിയിലുള്ളൊരു പാട്ടാണ്. ഹർഷ ഈ ചടുലമായ പാട്ടുകളാണ് ഇവിടെ മുമ്പ് പാടിയതൊക്കെ. ഇപ്പോൾ ട്രഡീഷണൽ റൗണ്ടൊക്കെ ഹർഷയുടേത് വളരെ നന്നായിരുന്നു. ഇപ്പോൾ ഒരു വളരെ ദ്രുതഗതിയിൽ ചടുലമായ ഒരു പാട്ടൊക്കെ പാടി പരിചയമുള്ള ഹർഷ ഇതെങ്ങനെ പാടും നോക്കട്ടെ. അപ്പം ഹർഷ വേഴ്സസ് ആതിര, ഇത് നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. അപ്പം ഒരു മെലഡിയാണല്ലേ? അപ്പം അറിയാലോ, ഒരു സിംഗറുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് ഒരു മെലഡി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് ഒപ്പിച്ചിട്ട് ക്ലീനായിട്ട് പാടാം. അപ്പം എന്തായാലും ഹർഷ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഹർഷ, അപ്പം ഇനി പാടാൻ റെഡി അല്ലേ? നന്നായിട്ട് പാടാം, നല്ല മാർക്ക് വാങ്ങിക്കാം. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. Oh
ഹർഷ ബ്യൂട്ടിഫുൾ സോങ്, നന്നായിട്ട് പാടി. പക്ഷെ ടെൻഷൻ ഉണ്ടോ മുഖത്ത്? മറ്റേ ആ സ്പീഡ് ഗുളിക കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ല, ഷോപ്പിൽ കിട്ടിയില്ല. ഇല്ലേ? ഓക്കെ, നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ഫൈസൽ മാഷേ, ഹർഷ ഈ പിന്നെ റംലത്തയുടെ പാട്ട് തന്നെ കേട്ടാണ് പഠിച്ചത്. എനിക്ക് തോന്നിയത് പിന്നെ